1980കളിലും 90കളിലും സ്വർണം വാങ്ങുന്നവർക്ക് അതിൻ്റെ പ്യൂരിറ്റി വളരെയധികം പ്രശ്നമായിരുന്നു. അക്കാലത്ത് അതിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് സ്വർണം വാങ്ങുന്നതിൽ വലിയൊരു പ്രശ്നമായി മാറിയിരുന്നു. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ട് സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു വിശ്വാസം വഴി വിപണി കീഴടക്കിയ ഒരു കമ്പനിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ടാനിഷ്ക് എന്ന ഈ ഒരു ബ്രാൻഡ് വരുന്നത് ടാറ്റയുടെ ടൈറ്റൻ എന്ന കമ്പനിക്ക് കീഴിലാണ്. അവർ 1980കളുടെ അവസാനത്തിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ 1980കളുടെ അവസാനത്തിൽ US-ലേക്കും യൂറോപ്പിലേക്കുള്ള എക്സ്പോർട്ട് മാർക്കറ്റിന് ലക്ഷ്യമിട്ടാണ് തുടങ്ങിയത്. പക്ഷേ പിന്നീട് 90കളോടെ കൃത്യമായി പറഞ്ഞ് 1994 ഇന്ത്യൻ മാർക്കറ്റിന് ലക്ഷ്യമിട്ട് തനിഷ്ക് എന്ന പേരിൽ ജ്വല്ലറി ബ്രാൻഡ് സ്ഥാപിച്ചു. തനിഷ്ക് എന്ന പേരിന് പിന്നിലും ഒരു കഥയുണ്ട്. തൻ എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം ശരീരം എന്നാണ്. നിഷ്ക് എന്നതിന് ഗോൾഡ് ഓർണമെൻ്റ് എന്നുള്ള അർത്ഥമുണ്ട്. ആ രണ്ട് വാക്കുകളിൽ നിന്നാണ് തനിഷ്ക് എന്ന പേര് വന്നത്. മാർക്കറ്റിൽ ഇവരുടെ ഡിഫറൻസിയേഷൻ സ്വർണത്തിൻ്റെ പ്യൂരിറ്റി ആയിരുന്നു. പിന്നെ ടാറ്റയുടെയും ടൈറ്റൻ്റെയും വിശ്വാസ്യത ഈ ഒരു ബ്രാൻഡ് വളരെ പെട്ടെന്ന് വളരുന്നതിന് സഹായിച്ചു. വെഡ്ഡിങ്ങിനുള്ള ഓർണമെൻറ്റ് മാത്രമല്ല, ഡെയിലി വെയറുകളായിട്ടും ആൾക്കാർ സ്വർണം വാങ്ങാൻ തുടങ്ങി. വർക്കിംഗ് വുമന് അവരുടെ ഡിസൈൻസ് കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയതുകൊണ്ട് തന്നെ അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനും ഈ ഒരു ബ്രാൻഡിൻ്റെ സ്വർണം വാങ്ങാൻ തുടങ്ങി. അവരുടെ പരസ്യങ്ങളും വേറിട്ട് നിൽക്കുന്നതായിരുന്നു. ചില കോൺട്രവേഴ്സിക്കും അത് കാരണമായിട്ടുണ്ട്. ഇന്റർഫെയ്ത്ത് മാരേജിനെ കുറിച്ചുള്ള അവരുടെ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി വളരെയധികം വിമർശനം നേരിട്ട ഒരു പരസ്യമായിരുന്നു. അത് അവർക്ക് വളരെ പെട്ടെന്ന് പിൻവലിക്കേണ്ടി വന്നിരുന്നു. 1996 ഒറ്റ സ്റ്റോറിൽ തുടങ്ങിയത് ഇന്ന് 400-ലധികം ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഷോറൂമുകളുള്ള ഒരു ബ്രാൻഡാണ് തനിഷ്ക്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ജ്വല്ലറി ചെയിനുകളിൽ ഒന്നാണിത്. ഇവർക്ക് ഇന്ത്യയിൽ മാത്രമല്ല UAE, USA പോലുള്ള പല രാജ്യങ്ങളിലും ഇവർക്ക് പ്രസൻസ് ഉണ്ട്. 28,000 കോടിയോളം ആനുവൽ റവന്യൂ ഉള്ള ഈ ഒരു ബ്രാൻഡാണ് ടൈറ്റൻ്റെ മൊത്തം ബിസിനസ്സിൻ്റെ വളരെ വലിയൊരു ശതമാനവും ബിസിനസ് കൊണ്ടുവരുന്നത്. ടൈറ്റൻ്റെ അണ്ടറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡായിട്ട് മാറാൻ തനിഷ്കിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഫീൽഡിൽ അവരുടെ എതിരാളികളായിട്ട് വരുന്നത് പലതും മലയാളി ബ്രാൻഡുകളാണ്. മലബാർ ഗോൾഡ്, കല്യാൺ ജ്വല്ലേഴ്സ് പോലുള്ള ജ്വല്ലറികളും നോർത്തിലെ PC ജ്വല്ലേഴ്സുമാണ്. പക്ഷേ തനിഷ്കിനുള്ള ഒരു പ്രത്യേകത പറയുന്നത് ടാറ്റ എന്ന ഒരു ബ്രാൻഡിനോടുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ താഴെ ചെറിയ പോയിന്റുകളായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്.